കൈതിയിലുള്ള ചെറിയ റെഫറൻസ് കിട്ടിയില്ല. അതൊക്കെ നമ്മൾ സറ്റിലായിട്ട് പ്ലേസ് ചെയ്തേ ഉള്ളൂ. കലൈ മാസ്റ്റർ അവിടെ പോയിട്ട് അധികം ഒന്നും പറഞ്ഞില്ല ഇവരോട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ കട്ടിലടി പിടിച്ചോളൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവന് അങ്ങനെ ബാക്ക് ഫ്ലിപ്പും ഫ്രണ്ട് ഫ്ലിപ്പും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളാണത് ബാക്ക് ചെയ്യേണ്ടത്. ആ ഒരു 10 മിനിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 മന്ത് ട്രെയിനിങ് ചെയ്യുന്നത്. അതിന്റെ ഒരു പേ ഓഫ് ഉണ്ടോന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട്. ആ ഇന്റർവൽ ബ്ലോക്കിന് നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഒരു ഷോട്ടിൽ എനിക്ക് ഇത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അങ്ങനെ തോന്നി ഏതെങ്കിലും? എല്ലാ ഷോട്ടിലും ഇറ്റ്സ് ഗുഡ്. നമ്മൾ അടിപൊളിയായിരുന്നു തോന്നിയാൽ ചിലപ്പോൾ നമ്മുടെ ഒരു എങ്ങനെയാ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് തോന്നൂലായിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. ദേ വാണ്ട് ടു സീ അസ് ഗ്രോ, ദേ വാണ്ട് ടു സീ ദ നെക്സ്റ്റ് ജനറേഷൻ ഗെറ്റ് ബെറ്റർ. അതാണ് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. നമുക്ക് ലാലേട്ടൻ്റെ എക്സാമ്പിൾ, ഞാനൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിരുന്നെങ്കിൽ എൻ്റെ കരിയർ ജഡ്ജ് ചെയ്യുന്നില്ല. ഒരു ആക്ടറിന്റെ ജോലിയാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സാധനം. അണ്ടർ റേറ്റഡ് ഒരു ക്രെഡിറ്റ്, മാക്സിമം ക്രെഡിറ്റ് കിട്ടേണ്ട ഒരു ടെക്നീഷ്യനാണ് ആനന്ദേട്ടൻ. എല്ലാവർക്കും ഒരു കിഡിലിൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അതും മാക്സിമം സിനിമാറ്റിക് ആക്കിയൊരു എൻട്രിയാണ്. തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചത്ത പച്ച സിനിമയിലെ ലിറ്റിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഞെട്ടിച്ച ഇഷാൻ ഷൗക്കത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ഹലോ. എങ്ങനെയുണ്ട് ഇപ്പം സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അഭിപ്രായമൊക്കെ കേട്ടിട്ടുള്ളൊരു സന്തോഷം? സന്തോഷം തന്നെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എങ്ങനെയാ പ്രോസസ് ചെയ്യേണ്ടതെന്ന് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. കാരണം ഇത്രയും ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഇത് നമ്മളൊരു സിനിമ ചെയ്ത് വെക്കുമ്പോൾ ഇത് നമ്മുടെ പ്രോസസ്സ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ റിസൾട്ട് എല്ലാം പ്രേക്ഷകരും ജനങ്ങളുടെ ഇതാണല്ലോ. അപ്പോൾ ഇത് ഇത്രയും സ്നേഹം, ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂസും അതുപോലെ ഇഷാന്റെ ഒരു മൊത്തത്തിലുള്ളതൊക്കെ കണ്ടപ്പം ഇഷ ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ലിറ്റിൽ പോലെ തന്നെയാണ്. പക്ഷേ ആ കഥാപാത്രം ഉണ്ടല്ലോ, അത് കുറച്ചൊരു ഇങ്ങനെ ചാടി നിൽക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്വന്തം ഒരു ക്യാരക്ടറിനെ അങ്ങനെ ആക്കാനുള്ള ഒരു ആക്ച്വലി ഒരു എഫേർട്ടാണ്. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു കാം, സോഫ്റ്റ് സ്പോക്കൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. പക്ഷെ ലിറ്റിലിന്റെ എനർജി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പുള്ളിയാണ് ഈ കൂട്ടത്തിലുള്ള ഒരു ലൈഫ് ഓഫ് ദ ഗ്യാങ് എന്ന് പറയണ പോലെ അതാണ് ലിറ്റിൽ. നേരം എനർജി ബബ്ലി ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് സ്വിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അത് എനിക്കൊരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടായി പടത്തിൽ. കാരണം ഞാൻ റൈറ്റിംഗ് തൊട്ടേ ഈ ഗ്രൂപ്പിലുണ്ട്. സനുപേട്ടനും അമൽ ഷാ, ഇവരൊക്കെയാണ് നമ്മുടെ റൈറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട് ഡെയിലി. ഈ ഓരോ പുതിയൊരു ക്യാരക്ടറിസ്റ്റിക് വരുമ്പോൾ എനിക്കാണ് ഫസ്റ്റ് ന്യൂസ് കിട്ടുന്നത്, ഓക്കെ ലിറ്റിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അന്നൊട്ടേ ഒരു എനർജി ഷിഫ്റ്റ് ഞാൻ പയ്യെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് സിനിമയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ യൂഷ്വലി കാണുന്ന പോലെ ലിറ്റിലല്ല. എസ്പെഷ്യലി ഈ ഒരു ഗ്രൂപ്പിന് കൂടെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആക്ച്വലി ലിറ്റിലെ എനർജിയിലാണ്. നമ്മുടെ ഡാറ്റു, കാർമിൻ, ഇവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആണല്ലോ. അപ്പോൾ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ശാന്തി, പീസ്ഫുൾ ആണ്. ലിറ്റിലിന്റെ ഒരു ഇതിലൂടെ വ്യൂയിലൂടെയാണ് ആ പടം തുടങ്ങുന്നത്. ഒരു ഹീറോയിക് എൻട്രി ഉണ്ട് ലിറ്റിൽ ഈ സിനിമയിൽ. അത് പ്രതീക്ഷിച്ചിരുന്നു? ഇപ്പൊ ബാക്കി എല്ലാവരും നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, ഓക്കെ ഇവരെന്തായാലും അടി ഇടും, അല്ലെങ്കിൽ ഇവരെ ഒരു ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഈ ലിറ്റിൽ ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പോകും, അതിന്റെ ഒരു ഹീറോയിക് എൻട്രി, അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ ആക്ച്വലി രണ്ടുപേർക്കാണ് ഈ ക്രെഡിറ്റ് പോകേണ്ടത്. നമ്മുടെ 3 പേര് ആക്ച്വലി, നമ്മുടെ റൈറ്ററും നമ്മുടെ ഡയറക്ടറും പിന്നെ ആനന്ദേട്ടനാണ് ഇതിന്റെ ഒരു ഏറ്റവും അണ്ടർ റേറ്റഡ് ഒരു ക്രെഡിറ്റ്, മാക്സിമം ക്രെഡിറ്റ് കിട്ടേണ്ട ഒരു ടെക്നീഷ്യനാണ് ആനന്ദേട്ടൻ. എല്ലാവർക്കും ഒരു കിഡിലിൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അതും മാക്സിമം സിനിമാറ്റിക് ആക്കിയൊരു എൻട്രി ആണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലിറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിങ്ങിന്റെ എൻട്രി ആയിരിക്കും. അപ്പോൾ അവിടെ മറ്റേ ഡിയാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓടിപ്പോയി. അപ്പോൾ വേറെ അർജുൻ സാവിയനെ ഫൈറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ലിറ്റിൽ എൻറ്റേഴ്സ് ദ റിംഗ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ഒരു സിംപ്ലിസ്റ്റിക് എൻട്രി ആണ്. ആനന്ദേട്ടനാണ് അത് കുറച്ചുകൂടി സിനിമാറ്റിക് ആക്കിയത്. പിന്നെ പുള്ളിയുടെ യൂസ് ചെയ്ത ഷോട്ട്സും ഫ്രെയിംസും ലെൻസിങ് എല്ലാം, അതൊക്കെ നമ്മൾ അവസാനം ഇതിൻ്റെ ഔട്ട് കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷനൊക്കെ അതൊക്കെ ഞാൻ ചെയ്ത വർക്കല്ല, ഇതൊക്കെ ഇവരെ കൊണ്ട് എല്ലാവരും ഒരു ടീം എഫേർട്ടാണിത്. അപ്പോൾ പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇത്രയും ഒരു റിയാക്ഷൻ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇത് ക്രെഡിറ്റ് ടു എവ്രി വൺ ദാറ്റ് വാസ് വർക്കിംഗ് ഓൺ ദിസ്. പിന്നെ ഇതൊക്കെ നമ്മളൊരു ആക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഇതൊക്കെ ആഗ്രഹിക്കുന്ന മൂമെൻറ്റ്സ് ആണല്ലോ. ഇങ്ങനത്തെ ഒരു കയ്യടിയും ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഇത് ക്രെഡിറ്റ് ഇനി പോകേണ്ടത് അതിൻ്റെ റൈറ്റിങ്ങിലാണ്. കാരണം അതുവരെയുള്ള അതുവരെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ ഒരു ലങ് കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെ ഫുള്ളി ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അത്രയും കൺവിൻസ് ആക്കിയത് ഇവരാണ്. എന്നിട്ടാണ് ഈ റിങ്ങിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു റിയാക്ഷൻ കിട്ടുന്നത്. അത് വർക്കാവാൻ കാരണം ഇതുവരെ ചെയ്തുള്ള പെർഫോമൻസും ഇതുവരെ ചെയ്തുള്ള റൈറ്റിങ്ങും അതിൻ്റെ ഒരു
ആർക്കും ഗ്രാഫ് അങ്ങനെ പോയത് കൊണ്ടാണ് ഈ ഒരു എൻട്രി അങ്ങനെ വർക്ക് ആയത്. അപ്പോൾ വെരി ഹാപ്പി. ഇപ്പം ലിറ്റിലാണെങ്കിൽ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ലിറ്റിൽ ഇങ്ങനെ അടിയിടും, ഇങ്ങനെ വരും, റിങ്ങിലേക്ക് വരും. ഒരു ടൈമിൽ റിംഗ് പോലും പുറത്തേക്ക് പോയിട്ട് ലിറ്റിൽ ബ്രീത്ത് എടുക്കുന്നുണ്ട്, എന്നിട്ടാ തിരിച്ചു വരുന്നത്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഇനി ലിറ്റിൽ മരിച്ചു പോവോ, ഇനി അങ്ങനെയോ, ഇനി മിസ്ലീഡ് ചെയ്യോ, അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തോട്ട് ഉള്ളിൽ കൂടെ പോയിരുന്നോ? വായിക്കുന്ന ഒരു ടൈമിൽ ഞാൻ ചത്തുപോകുന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മുടെ സിനിമയുടെ ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് അങ്ങനെയല്ല, അത്രയും ഡാർക്കായിട്ട് പോകുന്ന സിനിമ അല്ല അത്. ആരും ചത്തുപോടില്ല. പക്ഷെ ഈ ഒരു ചാലഞ്ചസും ഈ ഒരു റോഡ് ബ്ലോക്സ് കാരണമാണ് നമ്മളൊരു ഗ്രാഫ് നോക്കുമല്ലോ, ഒരു റൈറ്റിംഗ് സൈഡിൽ നിന്ന് ഒരു ഗ്രാഫ് ഉണ്ടാവണം. നേരം പീക്കിൽ പോവാണെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ വർക്ക് ആവില്ലായിരിക്കും. അപ്പോൾ വി നീഡ് ദ അപ്സ് ആൻഡ് ഡൗൺസ്. സോ ലിറ്റിലിന്റെ ഒരു ഡൗൺ മൂമെന്റ്സ് ഇതൊക്കെയാണ്. പുള്ളിയുടെ ഒരു ലങ് കണ്ടീഷൻ, പുള്ളിയുടെ ഒരു സെപ്പറേഷൻ, ബ്രദേഴ്സിന് തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ. പുള്ളി നാട് വിട്ട് പോയി 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ച് കൊച്ചിയിലോട്ട് വരുന്നത്. അപ്പൊ അതിൻ്റെ ഒരു അതൊക്കെ ഈ റൈറ്റിംഗിലിട്ട് ഗ്രാഫ്സ് ആണ്. അപ്പോൾ ഈ ലങ് പഫ് ചെയ്യുന്ന സാധനം തന്നെ അതുവരെയുള്ള ആക്ഷൻ പീക്കിലാണ് പോകുന്നത്, മീൻസ് ഒരു ഹൈ മൊമെന്റിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വേണമെന്ന് സ്ക്രിപ്റ്റിലുണ്ട്, കലായ് മാസ്റ്ററും പറഞ്ഞിട്ടുണ്ടായി. ഈ ഒരു ഫൈറ്റ് നമ്മുടെ മറ്റ് 2 ഫൈറ്റിന് കുറച്ച് ഡിഫറെൻ്റ് ആവണം. ഇതൊരു പ്ലാൻഡ് ഫൈറ്റ് അല്ല. നിങ്ങൾ കടൽ കൊമ്പൻ വേഴ്സസ് നൈറ്റ് കിളി, ജാങ്കോ സുൽത്താൻ വേഴ്സസ് ഭസ്മാസുരൻ കണ്ട ഫൈറ്റ്, അത് നമ്മൾ റിഹേഴ്സ് ചെയ്ത ഒരു പ്ലാൻ ഫൈറ്റാണ് പടത്തിൽ, സ്റ്റോറി വേൾഡിൽ. പക്ഷെ ഇത് സാവിയുടെ എതിരാളി പോയി കഴിഞ്ഞിട്ടാണ് ലിറ്റിൽ ചാടുന്നത്. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്, ഈ ബ്രദേഴ്സിന് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. ഇവര് പഴയ കട്ടിലിടി എന്ന് പറഞ്ഞൊരു സാധനം, അത് അവരുടെ ഒരു മസിൽ മെമ്മറിയാണ്, അവരുടെ ഒരു കെമിസ്ട്രിയാണ്. അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് വെച്ചൊരു ഫൈറ്റ് അല്ല. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചുകൂടെ ഡൗണും അപ്പും യൂസ് ചെയ്തിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നൊരു ഫൈറ്റാണിത്. അപ്പോൾ ഇത് ഫൈറ്റിൽ തന്നെ, ഈ സ്റ്റോറി വേൾഡിൽ തന്നെ ഒരു സ്പോണ്ടേനിയസ് സാധനമാണ്. ലിറ്റിൽ സാവിനോട് പറയുന്നുണ്ട്, പഫ് വേണേ, അല്ലെങ്കിൽ ഈ പരിപാടി നടക്കൂല, ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ സാവി എന്താ ചെയ്തത്, ഈ ത്രൂ ഹിം ഔട്ട് ഓഫ് ദ റിംഗ്, റാഫി സാറോട് ഒരു സിഗ്നൽ കൊടുത്ത് പഫ് ചെയ്ത്. അതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ്. പക്ഷെ അതിന്റെ മേക്കിങ്ങിലും അതിന്റെ ഒരു സൗണ്ട് ഡിസൈനും അതിന്റെ ഒരു ക്യാമറ വർക്ക് എല്ലാം കൂട്ടി ഒരു നൈസ് സാധനം. 20 വർഷം മുന്നേ ലിറ്റിൽ ഡൽഹിയിലാണ്. അപ്പൊ കൈദിയിലുള്ള ചെറിയ റെഫറൻസ് ഇതിലുണ്ട്. കിട്ടിയില്ല, അതൊക്കെ നമ്മൾ സറ്റിലായിട്ട് പ്ലേസ് ചെയ്തേ ഉള്ളൂ. അത് എന്തായിരുന്നു ആ ഒരു സാധനം? ഇപ്പം ഡൽഹിയിലാണെന്നല്ലേ അറിയുള്ളൂ, അവിടെ എന്തായിരുന്നു എന്ന്, മറ്റേ ജയിലിലാണെന്നല്ലേ അറിയുള്ളൂ, ആ സാധനം. അതെ അത് സനുപേട്ടൻ ഇട്ടൊരു സാധനമാണ്. അത് ആക്ച്വലി നമ്മള് ബേസിക്കലി ഇത് അധികം ലിറ്റിലിന്റെ ബാക്ക് സ്റ്റോറിയിൽ നമ്മൾ പോകുന്നില്ല. പുള്ളിയുടെ കുട്ടിക്കാലം നമ്മൾ കാണിക്കുന്നുണ്ട്, പിന്നെ തിരിച്ച് കൊച്ചിയിലോട്ട് വന്ന ശേഷം നമ്മൾ കഥ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിൽ എന്തൊക്കെയാ സംഭവിച്ചത് നമ്മൾ ഈ ഒരു 2 or 10 minute മൂവിയിൽ പറയാൻ സ്പേസ് ഇല്ല. പക്ഷെ ഓരോ ഇങ്ങനത്തെ ചില മൊമെന്റ്സിൽ നമുക്ക് കാണിക്കാൻ പറ്റും അവിടെ എന്തൊക്കെയായിരുന്നു. അപ്പൊ എനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് സിനിമയിൽ ഇല്ലാന്നേ ഉള്ളൂ. ഞാൻ ബിൽഡ് ചെയ്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ലിറ്റിൽ ബ്രദേഴ്സ് എല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ഡൽഹി പോയി കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു അത്ലറ്റിക് സാധനം ഉണ്ടല്ലോ, പുള്ളി കാട്ടഗുസ്തി ചെയ്ത് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി അവിടെ പോയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, WWE ചോക്ക് സ്ലാം ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചോക്ക് സ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് സാവിയ ചോദിക്കുന്നത്, ഇത് എവിടെയാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ ഡൽഹിയിലാണെന്നല്ലേ അറിയുള്ളൂ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു. നിങ്ങളത് ആലോചിച്ചിരുന്നോ? മീൻസ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ ലിറ്റിലിന് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പോലെ ഇന്ന ആളായിരിക്കാം? അല്ല, അത് സ്ക്രിപ്റ്റിൽ ഇല്ല. പക്ഷെ അത് ഞാനും ഡയറക്ടറോട് സംസാരിച്ച് ബിൽഡ് ചെയ്തൊരു സ്റ്റോറി, ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു സാധനമാണ് അത്. ലിറ്റിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു മീ. അത് എനിക്ക് തന്നൊരു ഫ്രീഡം ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് എനിക്കൊരു സബ് കോൺഷ്യസ്ലി എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഒരു സാധനമാണ് അത്. എൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും എൻ്റെ ഒരു റീസെർച്ച്, എൻ്റെ ഒരു പ്രപ്പ്, അത് എനിക്ക് വേണ്ടി മാത്രമാണ്. അത് ചിലപ്പോൾ സിനിമയിൽ കാണുപോലും ഇല്ല. പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ്, ഒക്കെ ഈ ക്യാരക്ടറിൻ്റെ എല്ലാ നുവാൻസും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സാധനം ഞാൻ ബിൽഡ് ചെയ്ത് ഒരു ബാക്ക് സ്റ്റോറി ബിൽഡ് ചെയ്ത്. ചിലപ്പോൾ ഈ വിശാഖിന് ഈ ഒരു പ്രോസസ് ഉണ്ട്. പുള്ളി ഒരു മ്യൂസിക് പ്ലേലിസ്റ്റ് ഉണ്ടാക്കും സ്പോട്ടിഫൈയിൽ. ലിറ്റിൽ എന്തായിരിക്കും കേട്ടോണ്ടിരിക്കണം. അതെ, പുള്ളി ചെറിയന് വേണ്ടി ചെയ്തിട്ടുണ്ടായി. ഞാൻ ലിറ്റിലിന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ മ്യൂസിക് ആയിരിക്കും കേൾക്കുന്നത്. എന്തൊക്കെയായിരിക്കും പുള്ളിയുടെ ഇൻഫ്ലുവൻസസ്. ബ്രദേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് സ്വന്തമായ ഒരു ജീവിതം ഉണ്ടല്ലോ. പുള്ളി പഠിച്ച സ്കൂളൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കും. പുള്ളിയുടെ കോസ്റ്റ്യൂമിൽ അത് കാണുന്നുണ്ട്. ഇവരിട്ട കോസ്റ്റ്യൂംസ് അല്ല ലിറ്റിൽ ഇടുന്ന കോസ്റ്റ്യൂംസ്. പുള്ളിയുടെ ഫാഷൻ ഇൻഫ്ലുവൻസസ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അത് കുറച്ചുകൂടി കൊറിയൻ സ്റ്റൈൽ ഫാഷനാണ്, കുറച്ചുകൂടി ഫാസ്റ്റ് ഫാഷനാണ് ലിറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മെൽവി ആയിട്ട് ഡിസ്കസ് ചെയ്ത പുള്ളിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയും നമ്മളൊരു ലുക്ക് ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട് കേട്ടോ, ലിറ്റിലിന് മാത്രമല്ല. പക്ഷെ ലിറ്റിലിന്റെ ഒരു ബോഡി ലാംഗ്വേജിനും പുള്ളിയുടെ ഒരു ഡ്രസ്സിങ് സെൻസിനും പുള്ളിയുടെ ഒരു
മൊത്തത്തിൽ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, കാരണം പുള്ളിയുടെ ഇൻഫ്ലുവൻസസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ തിരിച്ച് കൊച്ചിയിലോട്ട് വരുമ്പോൾ പിന്നെ ലിറ്റിൽ പഴയ പോലെ തന്നെ പുള്ളിയുടെ ഒരു കൊച്ചി സ്ലാങ്ങും അങ്ങനത്തെ ഒരു ബ്രദേഴ്സിന് കൂടെ പിന്നെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അത് നമ്മൾ പണ്ട് ചെയ്ത പോലെ ആ ഒരു ലോകം വീണ്ടും ബിൽഡ് ചെയ്യാനാണ് ലിറ്റിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം അർജുൻ അശോകൻ ആണെങ്കിലും വിശാഖ് ആണെങ്കിലും റോഷൻ മാത്യു ആണെങ്കിലും ഇവരൊക്കെ ഓൾറെഡി സ്ക്രീനിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇഷാനാണ് കുറച്ചുകൂടി ഇവർക്കിടയിൽ ഒരു എന്താ പറയാ, എനിക്കിത് ന്യൂ ഫേസ് എന്നല്ല, എന്നാലും ഇവർ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാള്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇഷാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരിക്കും ആ ഒരു ക്യാരക്ടറിന് എടുത്തിട്ടുണ്ടാവുക? ഇവരിൽ നിന്നൊക്കെ ഇവര് ഓൾറെഡി പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇവർക്കൊപ്പം എത്താൻ അങ്ങനത്തെ ഒരു എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ളത്? ഇതൊക്കെ തന്നെ മീൻസ് ആദ്യം എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് പഠിക്കുക. മീൻസ് സ്ക്രിപ്റ്റ് നമ്മൾ എക്സാം എഴുതുന്ന പോലെ പഠിക്കുക. വേറൊന്നുമല്ല, നമ്മൾ സെറ്റ് പോയിട്ട് അത് തന്നെ പഠിച്ചു വെച്ച് ചെയ്ത പോലെ വീണ്ടും പെർഫോം ചെയ്യാന്നല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. ഞാൻ തിയേറ്ററിൽ നിന്ന് വന്നതാണ്. തിയേറ്ററാണ് 4 വർഷം തിയേറ്റർ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് മെത്തേഡ്സും ടെക്നിക്സ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഓരോ ലൈന് പറഞ്ഞുകൊണ്ടിരിക്കുക, പല ടൈപ്സ്, പല രീതി, പല മോഡുലേഷന് പറയാം. അപ്പോൾ അവസാനം നമ്മൾ സെറ്റിലോട്ട് വരുമ്പോൾ അതെല്ലാം മറക്കാനുള്ള ഒരു സ്പേസ് ആണത്. മീൻസ് അത് നമ്മുടെ മസിൽ മെമ്മറിയിൽ ഉണ്ടാവണം. അപ്പോൾ ആ സമയത്ത് ഷോർട്ട് വിളിക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക, അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് ടു ബി ലൂസ് ഓൺ സെറ്റ്. അപ്പോൾ നമ്മൾ ഡയലോഗ്സ് ആ സമയത്ത് ഓർക്കാൻ പാടില്ല, എന്താണ് പറയേണ്ടത് നെക്സ്റ്റ്. അത് കുറച്ചുകൂടി ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ലെവൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പ്രെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ചുവേട്ടനോ റോഷനും വിശാഖിനും കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ കാരണം ഡയലോഗ് തെറ്റാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കാരണം ഒരു റീടേക്ക് പോകാൻ പാടില്ല, കാരണം ഇവരുടെ ടൈമാണ് പോകുന്നത്. പക്ഷെ അവർ ഒരിക്കലും എങ്ങനെ ഫീൽ നെവർ മെയ്ഡ് മീ ഫീൽ ലൈക്ക് തെറ്റാൻ പാടില്ല, ഇങ്ങനെ തെറ്റിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവർ. പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. മീൻസ് ഞാൻ അങ്ങോട്ട് സെറ്റിലോട്ട് വരുമ്പോൾ ഞാൻ മാക്സിമം പ്രെപ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. പിന്നെ അവിടെ പോകുമ്പോൾ എല്ലാവർക്കും മൂന്ന് ടൈപ്പ് പ്രോസസ്സാണ്. വിശാഖ് പ്രോസസ്സ് ചെയ്യുന്ന പോലെ അല്ല അച്ചുവേട്ടൻ പ്രോസസ്സ് ചെയ്യുന്ന, റോഷൻ പ്രോസസ്സ് ചെയ്യുന്ന പോലെ. എല്ലാവർക്കും 3 ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഫോർ എക്സാമ്പിൾ വിശാഖിൻ്റെത് കുറച്ചുകൂടെ ഒരു പുള്ളിയുടെ കോസ്റ്റ്യൂമും പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശാഖിൻ്റെ പ്രോസസ്സിൽ. പുള്ളി ആ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ചെറിയാനാണ്. അച്ചുവേട്ടൻ അങ്ങനെ ആയിരിക്കില്ല. പുള്ളിയുടെ പ്രോസസ്സ് നമ്മൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എവിടെയാണ് പുള്ളി ഇതൊക്കെ പ്രോസസ്സ് ചെയ്യണമെന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ക്യാരവാനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഊനോ കളിക്കുന്നുണ്ടാവും, മോനോപ്പൊളി അല്ലെങ്കിൽ ലൂഡോ ഒക്കെ കളിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടേക്ക് അച്ചുവേട്ടൻ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിടികിട്ടുള്ളത് എവിടെ നിന്നാണ് ഈ ഒരു ക്യാരക്ടറൈസേഷൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. പിന്നെ റോഷൻ്റെത് ഒരു തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ട് ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഈ ക്യാരക്ടർ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആണ്. ഏതായാലും ചിരിയും കളിയല്ല വെട്ടറി ഇപ്പോൾ ജയിലിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അതെ കുട്ടിയായിട്ടുള്ള ഒരു ബന്ധം അതൊക്കെ പുള്ളിയുടെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ ഷോർട്ട് വിളിക്കുന്ന ഒരു 2 മിനിറ്റ്സ് ബിഫോർ പുള്ളിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ട് റോഷൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ റോഷനോട് പറഞ്ഞ, റോഷൻ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പുള്ളി ചിലപ്പോൾ ഐ കോൺടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ആ ഒരു സ്പേസിലായിരിക്കും. ഓക്കെ മീൻസ് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ക്യാരക്ടറിലാണ്. അപ്പോൾ അതാണ് 3 അപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ട്. എല്ലാവർക്കും ഒരേ പ്രോസസ്സല്ല, ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ പരിപാടിയല്ല അത്. whatever works for you, അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും ഇപ്പോൾ എനിക്കൊരു പ്രോസസ്സായിട്ട് ഒന്നുമില്ല, ഞാനും ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിൽ വർക്കായി, അടുത്ത പടത്തിൽ ഇത് വർക്കാണെന്നില്ല, അത് കുഡ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പം മാർക്കോ ആണെങ്കിലും പടക്കളാണെങ്കിലും ഇപ്പൊ ഉള്ള ഈ ചത്താപ്പച്ചയാണ് 3 ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം മാർക്കോയിലൊരു വേറൊരു കൈൻഡ് ഓഫ്, പടക്കളത്തിലാണെങ്കിൽ ഒരു ചൊറിയൻ ക്യാരക്ടർ, ഇതിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ക്യാരക്ടർ. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ എടുക്കുന്നത്? ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ കിട്ടിയ എല്ലാം ഒരു ലക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്തു. വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അവസാനം ഒരു ഓഡിഷനോ എന്തെങ്കിലും വന്നാൽ നമ്മൾ മാക്സിമം റെഡി ആവണം എന്തിനും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പടത്തിന് വേണ്ടി ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യണ കുറേ മുമ്പ് ഞാൻ കളരി പഠിച്ചിട്ടുണ്ടായി, കളരി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. കാരണം ഇങ്ങനത്തെ ഒരു ആക്ഷൻ മൂവി ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാൽ ഞാൻ മാക്സിമം റെഡി ആവണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണ സമയത്തും അതിന് മുമ്പും ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് ഞാൻ കളരി പ്രാക്ടീസ് ചെയ്തിട്ട്.
അപ്പോൾ പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് അറിയില്ല ഇത് എവിടെ യൂസ് ചെയ്യാൻ പറ്റാന്ന്. പക്ഷെ അവസാനം റിങ്ങിലോട്ട് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടം കിട്ടിയപ്പോൾ ഐ വാസ് റെഡി ടു ഡു ഓൾ ദിസ് ആക്ഷൻ. കാരണം അത്രയും ഒരു ഫണ്ടമെന്റൽ ഞാൻ ബേസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്മിങ് ടു ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ ഇത് മീൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ഉണ്ടെങ്കിൽ 2 സിമിലർ ക്യാരക്ടേഴ്സ് അടുപ്പിച്ച് ചെയ്യരുത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ലിറ്റിലിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സോ ലിറ്റിലിൻ്റെ അതേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കരുത് എന്നുള്ളൊരു ഇതുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലല്ല ആക്ച്വലി. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് 3 നല്ല പ്രൊഡക്ഷൻ കമ്പനീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ക്യൂബ്സ്, ഷെരീഫ് കെം, ഫ്രൈഡേ ഫിലിംസ് വിത്ത് വിജയേട്ടൻ, ഇപ്പോൾ പേട്രിയറ്റിൽ ആൻഡ്രു ചേട്ടൻ്റെ പ്രൊഡക്ഷൻ്റെ കൂടെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം അത് എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പോൾ വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ദീസ് ബ്രില്യൻറ്റ് പ്രൊഡക്ഷൻ ഹൗസസ്. ഛത്താ പച്ചയിലാണെങ്കിൽ ഒരു 6 pack ഫൈറ്റ് ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ആ ബോഡി ബിൽഡ് ചെയ്യുന്നതും ട്രാൻസ്ഫോർമേഷൻ? ഇപ്പം മറ്റു 2 സിനിമകളിൽ അത്രയും ഒരു ബോഡി ബിൽഡിംഗ് ട്രാൻസ്ഫോർമേഷൻ ഇല്ല. അപ്പൊ ഇതിലാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ 6 pack ഫൈറ്റ് ഒക്കെ വരുന്നത്. അതിന്റെ ഒരു പ്രോസസ് അദ്വൈത് സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞിട്ടുണ്ടായി. മീൻസ് നമ്മളെല്ലാവരും ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ലെവലിലോട്ട് എത്തിക്കരുത്. ഇത് എവിടെ നിന്ന് വന്ന് ഇങ്ങനത്തെ ഒരു ബോഡി ക്യാരക്ടറായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്ത ഒരു ബോഡിയിലേക്ക് എത്തിക്കരുത്. ഇത് ക്യാരക്ടറിന് മാച്ച് ചെയ്യുന്ന ഒരു അത്ലറ്റിക് ബോഡി ബിൽഡ് ചെയ്താൽ കൊള്ളാമെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ബ്രീഫ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം വൈസ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഞാനിട്ട കോസ്റ്റ്യൂംസ് ഒക്കെ കുറച്ചുകൂടെ ഒരു ലൂസർ അങ്ങനത്തെ ഒരു ടൈപ്പ് കോസ്റ്റ്യൂംസ് ആയിരുന്നു. കാരണം ഒരിക്കലും റിവീൽ ആവരുത് ഇയാൾക്കൊരു ഇങ്ങനത്തെ ഒരു ബോഡി ഉണ്ടെന്ന്. കാരണം പിന്നെ ആ സർപ്രൈസ് എലമെന്റ് കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ ആ ഒരു 10 minutes വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 month ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേ ഓഫ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഇന്റർവൽ ബ്ലോക്കിന് നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഒരു WWE ഫാൻസിനോടുള്ള ട്രിബ്യൂട്ട് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ 10 minute ഉള്ളൂ, പക്ഷെ അതിനെ പ്രിപ്പറേഷൻ ഒരു 5-6 months ആണ്. ഞാൻ മാത്രമല്ല, അർജുനും റോഷൻ എല്ലാവരും. ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ടാസ്ക് ആണ്. പക്ഷെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന് പറയുന്ന പോലെ ദിസ് വാസ് വൺ ഓഫ് ദാറ്റ്. ഡയറ്റും വർക്കൗട്ട്സ് 3 നേരം വർക്കൗട്ട്സ് ഉണ്ടായി. നമ്മൾ രാവിലെ കളരി അല്ലെങ്കിൽ ആനിമൽ ഫ്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷൻ കണ്ടീഷനിങ് ട്രെയിനിങ് ഉണ്ടായി ഡേവിസ് തോമസ് എന്ന് പറഞ്ഞ ട്രെയിനറിൻ്റെ കൂടെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 1 or 2 hours ശ്രാവൺ സത്യം എന്ന് പറഞ്ഞ ഒരു APNs പാർക്കോ ട്രെയിനിങ് ആണ്. അപ്പോൾ അവിടെ ആ ട്രെയിനിങ് ഉണ്ടായി. പിന്നെ വൈകിട്ട് നമ്മുടെ ജിം ട്രെയിനിങ് ഉണ്ടാകും. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഡയറ്റും കൂടെ നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു 5-6 months ഇങ്ങനെ തന്നെ പോയി. ഇതൊക്കെ വർക്ക് ആവില്ലെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളത് അതാണ് മൊത്തത്തിൽ ഒരു പ്രോസസ് ഓറിയന്റഡ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലോട്ട് മാക്സിമം ഫോക്കസ് ചെയ്യുക. റിസൾട്ട് വന്ന് അത് നമ്മുടെ കയ്യിലല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ എല്ലാം ചേർന്ന് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഒരു പേ ഓഫ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബുദ്ധിമുട്ടാണ്. ഒരു മെന്റൽ ടോൾ ഉണ്ടല്ലോ. പിന്നെ ഫോർ എക്സാമ്പിൾ നോമ്പ് എടുക്കുന്ന സമയത്താണ്, റമദാൻ മാസത്തിലാണ് ഞാൻ ഈ സാധനം തുടങ്ങിയത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നമ്മൾ ഫാസ്റ്റിന്റെ സമയത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും വിടാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിച്ച് വെക്കും, ഇതൊക്കെ വേർത്തിട്ടാണോ, എന്തിനാണ് 6 pack ഇതൊക്കെ ചിലപ്പോ മലയാളിക്ക് 6 pack. പക്ഷെ അതാണ് ആ ഒരു മെന്റൽ റോഡ് ബ്ലോക്ക് നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റിയ എവറിത്തിങ് ഇസ് ഫൈൻ. പിന്നെ കൂടെ ഇവരും ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പിന്നെ ചിലപ്പോ ഇതൊക്കെ വേണോ, എന്നൊരു ബിരിയാണി കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ എൻ്റെ കൂടെ അച്ചുവേട്ടനുണ്ട്, റോഷനുണ്ട്, വിശാഖുണ്ട്, എല്ലാവരും ഇത്രയും എഫർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കും, ജിം പോയാ എന്നാൽ ഞാനും പോവാം. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്രദർഹുഡ് ആണ് അവിടെ. വിശാഖേട്ടൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിന്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള പുള്ളിയുടെ കോച്ചാണ്, ജിം കോച്ചാണ്. അപ്പം ഇതുപോലെയായിരുന്നു ഇഷാനും ഉണ്ടായിരുന്നത്. പുള്ളിന്റെ ആ കോച്ച് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പം ഇതുപോലെ. ഡെഫിനറ്റ്ലി അത് ഡേവിസ് ആണ് എൻ്റെ പേഴ്സണൽ ട്രെയിനർ. പുള്ളിക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് ഭയങ്കരമാണ്. കാരണം ഒരു പരിധി വരെ നമുക്കിത് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇത് ഇസ് ഇറ്റ് ഓൾ വർത്ത് ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരും. പുള്ളിയായിരിക്കും പിന്നെ ഡേവിസ് ആയിരിക്കും എന്നെ പുഷ് ചെയ്യണത്. അല്ല കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. അതാണ് അതിന് ഏറ്റവും വലിയ സത്യം. ഇങ്ങനത്തെ ഒരു റോൾ എനിക്ക് ചിലപ്പോൾ കിട്ടൂലായിരിക്കും എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ കിട്ടുന്നവരെ മീൻസ് ഈ ഒരു അവസരം കിട്ടി, ഇത് മാക്സിമം യൂസ് ചെയ്യണം. ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങളിൽ ആക്ഷൻ ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. പിന്നെ ഫിസിക്കൽ സൈഡൊക്കെ പുള്ളിക്കാണ് ധാരണ ഉള്ളത്, എൻ്റെ ട്രെയിനറിന്. അപ്പോൾ പുള്ളിയില്ലായിരുന്നെങ്കിൽ പിന്നെ അത് നടക്കൂല. അതാണ് ഉറപ്പായിട്ടും. ഇനിയിപ്പം എടുത്തു ചോദിക്കാനുള്ളത് മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. കാരണം
അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പ്രോസസ്സ് ചെയ്യണം. കാരണം ഞാൻ സിനിമ വന്നത് ആക്ച്വലി ഒരു സിനിമയിൽ അഭിനയിച്ച് ആ ഒരു മാർക്കോ ചെയ്ത ശേഷം എൻ്റെ ഒരു ഡ്രീം എല്ലാം സെറ്റായി. ഇതൊക്കെ ഒരു ബോണസാണ്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ സിനിമ ഒക്കെ ഒരു ബോണസാണ്. പിന്നെ മൂന്നാമത്തെ സിനിമയിൽ തന്നെ മമ്മൂക്കൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ അത് അത് കഴിഞ്ഞ് ഇത് 4ാമത്തെ സിനിമയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിക്കുക. ഇനി അതോടെ എനിക്ക് റിട്ടയർ ചെയ്യാം. തോന്നുന്നു ഒന്നും ഇത് ആ പടത്തിൽ കഴിഞ്ഞു. എല്ലാരും ഉണ്ട് അതെ 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 പാട്രിയറ്റില്. അപ്പൊ എല്ലാവരുടെ കൂടെയും അഭിനയിക്കാൻ പറ്റുന്ന അതെ അതെ അത് പേട്ടറിൽ എനിക്കൊരു ചെറിയ റോളാണ്. പക്ഷെ എന്നാൽ പോലും അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പാസിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പാസിംഗ് സീൻ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റിന് കൂടെ ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ ഇത്രയും നേരത്തെ ഈ കരിയറിൽ ഇത്രയും ഏർലി ആയിട്ട് കിട്ടുന്ന ഒരു ചാൻസ് അല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അപ്പോൾ മമ്മൂക്ക നമ്മുടെ ചത്തപ്പച്ചിൽ വന്നപ്പോൾ തന്നെ ആ റൂമിന് ഓറ മാറി. നമ്മൾ യൂഷ്വലി ഏത് നേരം കളിയാക്കലും ചിരിക്കുകയാണ്. പക്ഷെ മമ്മൂക്ക വന്നപ്പോൾ എല്ലാവരും ഒരു സ്റ്റാർ സ്ട്രക്ക് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എല്ലാവരും സൈലന്റ് ആയിരുന്നു. നമ്മുടെ ഡയലോഗ് എല്ലാം മറന്നുപോയി മമ്മൂക്കനെ നോക്കിയിരിക്കായിരുന്നു. കാരണം അത്രയും ഒരു ലെജനും അത്രയും ഒരു ഓറ, അതാണ് മെയിൻ എനിക്ക് പറയാനുള്ളത്, മമ്മൂക്കയുടെ ഒരു ഓറ. പക്ഷെ അത് മാത്രമല്ല, മമ്മൂക്ക നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. മമ്മൂട്ടി ദ ബിഗ് ലെജൻഡ് ആയിട്ടല്ല, യങ്സ്റ്റേഴ്സ് ആയിട്ടും നമ്മുടെ കൊച്ചു റോസ് ആയിട്ട് സംസാരിക്കുമ്പോഴും മിങ്കിൾ ചെയ്യുമ്പോഴും നമ്മളൊരു ഏജ് ഗ്രൂപ്പായിട്ടാണ് മമ്മൂക്ക സംസാരിക്കുന്നത്. തിരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം മമ്മൂക്കാണ്, ഹി ഈസ് ദ കിങ്. പക്ഷെ അങ്ങനെയാണ് ഒരു മമ്മൂക്കയുടെ ഒരു ഹ്യൂമൻ സൈഡ് ഞാൻ കാണുന്നത് അവിടെയാണ്. മമ്മൂക്ക നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ പടത്തിനെ കുറിച്ചും നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചും നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്കടെ ഒരു ഓക്കെ പുള്ളി അതേ ഒരു മനുഷ്യനാണ്, ഒരു ആക്ടറാണ്. ആ സൈഡ് നമ്മൾ കാണുന്നത് സെറ്റിലാണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറ്റ് വാസ് എ ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ്. ഇപ്പൊ പുള്ളി വരികയാണെങ്കിലും പുള്ളിക്കും ഒരു ഫിറ്റ്നസ് ഉണ്ട് ആ ബോഡിയിലും, പുള്ളീൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് പുള്ളിയും ഫിറ്റ് ആണ്, ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണല്ലോ മമ്മൂക്കയുടെ. അദ്ദേഹം ഭയങ്കര ഒരു ഫിറ്റ്നസ് ഓറിയന്റഡ് ആണ്, ഡയറ്റ് ഓറിയന്റഡ് ആണ്. മമ്മൂക്ക സെറ്റിലോട്ട് വന്നപ്പോൾ മമ്മൂക്കയുടെ ബിരിയാണി ഉണ്ട്, മമ്മൂക്ക ബിരിയാണി. അത് മമ്മൂക്ക ചിലപ്പോൾ ഇത്രയും കഴിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റിംഗിൽ ഷൂട്ട് ചെയ്യാനുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ആ സമയത്തും ഭയങ്കര കൺട്രോൾഡാണ്. അപ്പോൾ ഫിറ്റ്നസ് ഓറിയന്റഡ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്ഡേറ്റഡ് ആണ് മമ്മൂക്ക. ക്യാമറയുടെ കുറിച്ചാണെങ്കിലും ഫിറ്റ്നസും ലൈഫും എല്ലാത്തിനും മമ്മൂക്ക ഇസ് ദ ഓൾ നോയിങ്. പുള്ളി ക്യാരക്ടറിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ടൈമിലാണെന്ന് തോന്നുന്നു, സക്സസ് മീറ്റിന്റെ ടൈമിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പുള്ളി കഥ മൊത്തം അറിഞ്ഞ് എല്ലാം പഠിച്ചിട്ടാണ് പുള്ളി വരുന്നത്. അപ്പം അതിന്റെ ഒരു നമുക്ക് അഡീഷണലി ഒന്നും പറയാനോ ചെയ്യാനൊന്നുമില്ല. പുള്ളിക്ക് ഓൾറെഡി അറിയാം കഥ മൊത്തം. അപ്പൊ അതിന്റെ ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയെ കണ്ട് പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ്? എനിക്ക് ഏറ്റവും എനിക്ക് പഠിക്കാനുള്ള ഒരു സാധനം, ഫോർ എക്സാമ്പിൾ ഒരു ക്യാമിയോ റോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് മമ്മൂട്ടി ദ സ്റ്റാർ ആണ്, ദ സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷെ ഈ ഒരു ക്യാമിയോയിലും മമ്മൂക്ക വന്നത് വാൾട്ടർ ലോബോ ആയിട്ടാണ്, ക്യാരക്ടറായിട്ടാണ് വന്നത്. പഴയ കൊച്ചി സ്ലാങ്ങും മമ്മൂക്കയുടെ ഒരു ശരീരഭാഷ എല്ലാം വാൾട്ടർ ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു ഇത് ഫീലിംഗ് ഉണ്ടായി, ഓക്കെ നോ മാറ്റർ വാട്ട് പുള്ളിയുടെ ക്യാരക്ടറാണ് മെയിൻ. മമ്മൂക്കക്ക് ഒരു ആക്ടറായിട്ട് വരാനാണ് മമ്മൂക്കയുടെ ഒരു പെർഫോമൻസിൽ ഞാൻ കണ്ടത്. എന്ത് പറ്റിയാലും നമ്മൾ എത്ര വലിയ സ്റ്റാർ ആയാലും ആ സിനിമയ്ക്ക് ഒരു ജസ്റ്റിസ് ചെയ്യണം, ആ ക്യാരക്ടറിനോടുള്ള ഒരു ജസ്റ്റിസ് ചെയ്യണം. അത് മമ്മൂക്ക ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് മമ്മൂക്കയുടെ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ ശേഷം അവിടെ ഒരു 300 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായി. എല്ലാവരും കൈ അടിക്കാൻ തുടങ്ങി. കാരണം അവർക്കറിയില്ലല്ലോ മമ്മൂക്ക എന്താ ചെയ്യാൻ പോകണം. അപ്പോൾ മമ്മൂക്ക വന്ന് എൻട്രി ചെയ്ത് ആ എൻട്രി ഷോട്ട് ആ ബിൽഡപ്പിൽ വന്നിട്ട് കട്ടെന്ന് വിളിച്ചപ്പോൾ എല്ലാവരും കൈ അടിച്ചു. അപ്പോൾ അപ്പോഴാണ് ആ സെറ്റിന്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറി. അതെ അതെ. ഇപ്പം സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ല അഭിപ്രായങ്ങളല്ലാതെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇതും വരുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ആ ഒരു കമന്റ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അത് ഞാൻ രണ്ടും അധികം കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എനിക്ക് സന്തോഷമുണ്ട്, അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് സന്തോഷമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട്, അത് നീ സക്സസ്സും ഫെയിലിയറും രണ്ടും അധികം തലയ്ക്ക് എടുക്കരുത്. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ് നമ്മുടെ ഇൻഡസ്ട്രി. നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ്. ഇപ്പോൾ ആക്ടർ ആയി കഴിഞ്ഞാൽ ഓരോ ഫ്രൈഡേ
ഫോർ എക്സാമ്പിൾ ഞാനൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിരുന്നെങ്കിൽ എൻ്റെ കരിയർ ഫുൾ വേൾഡ് ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ അത് ഒരു ആക്ടറിന്റെ ജോലിയാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എനിക്കുണ്ട് ഒരു ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്രീസിയേഷൻ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, ക്രിറ്റിസിസം കിട്ടുമ്പോൾ വിഷമം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് ആണെങ്കിൽ സിനിമ അറിയുന്ന ഒരു ജേർണലിസ്റ്റോ അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കൂടെ വർക്ക് ചെയ്തൊരു ഡയറക്ടറോ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കാറുണ്ട് ഈ ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക്. അതല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് അറിയാത്തൊരു ബോട്ട്സോ അല്ലെങ്കിൽ ഒരു ഏതോ സിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചേട്ടനാണെങ്കിൽ ഞാൻ അധികം സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാരണം അതിൽ ഫോക്കസ് ആയി പോയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് മൊത്തത്തിൽ പോകും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു നോ ഫിലിം ഇസ് പെർഫെക്റ്റ്, ചത്താപ്പച്ച ഇസ് നോട്ട് എ പെർഫെക്റ്റ് ഫിലിം, ലിറ്റിൽ ഇസ് നോട്ട് എ പെർഫെക്റ്റ് ക്യാരക്ടർ. പക്ഷെ ഇതൊക്കെ ഒരു ലേണിംഗ് കർവാണ്, ലേണിംഗ് ലെസൺസ് ആണ്. എനിക്ക് ഇനിയും സിനിമകൾ ചെയ്യണം, അപ്പോൾ ഇനിയും ബെറ്റർ ആവണം, ഇനിയും ഇഷ്ടം പോലെ ബെറ്റർ ആവാനുണ്ട്. ഞാനാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. എന്നെക്കാളും വലിയ ക്രിട്ടിക് ഇല്ല എനിക്ക് എൻ്റെ സിനിമ, എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ അത്രയും ക്രിട്ടിക്കലാണ്. മാർക്കോലൊക്കെ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടപ്പോൾ അയ്യോ ഞാൻ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ബിലീവബിൾ ആണോ എന്ന് ഒക്കെ. കാരണം ഞാനാണല്ലോ ചെയ്തത്. എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇനി സെക്കൻഡോ തേർഡ് വാച്ചിലാണ് എനിക്ക് പിന്നെയും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ചത്താപ്പച്ച ഞാൻ എഡിറ്റിലൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഓക്കെ, ഫസ്റ്റ് ഷോയിൽ തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റി. പക്ഷെ മറ്റു സിനിമകളൊക്കെ ഫസ്റ്റ് ഷോയിൽ കാണാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഹാപ്പിയാണ്, മറ്റേതും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ രണ്ടും അധികം ഞാൻ മാക്സിമം ലെവൽ ഹെഡഡ് ആയിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്, ശ്രമിക്കുന്നത്. നോക്കാം ഇങ്ങനെ പോകുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഷോട്ടിൽ എനിക്ക് ഇത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അങ്ങനെ തോന്നി ഏതെങ്കിലും? എല്ലാ ഷോട്ടിലും. കാരണം അത് സിനിമ കാണുമ്പോൾ മാത്രമല്ല, പിറ്റേ ദിവസം നമ്മൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട്, മീൻസ് ആ ഒരു സീനെല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസ് ആയിരിക്കും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇറ്റ്സ് ഗുഡ്. നമ്മൾ അടിപൊളിയായിരുന്നു തോന്നിയാൽ ചിലപ്പോൾ നമ്മുടെ ഒരു എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് തോന്നൂലായിരിക്കും. അത് ജഡ്ജ്മെന്റിലാവാൻ ഓക്കെയാണ്, ഒരു പരിധി വരെ ജഡ്ജ്മെന്റിലാവാൻ ഓക്കെയാണെന്നാണ് എൻ്റെ കൂടുള്ളവർ. ഞാൻ ഇപ്പോൾ റോഷനൊക്കെ പറയാറുണ്ട്, പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമ എഡിറ്റിൽ കണ്ട ശേഷം ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നു എവിടെയാണ് ഇതൊക്കെ വർക്ക് ആവുന്നത്. പുള്ളി പറഞ്ഞു ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ്, കാരണം പുള്ളി സെക്കൻഡ് ഹാഫിലുള്ളൂ, റോഷന്റെ മാക്സിമം സീൻസൊക്കെ സെക്കൻഡ് ഹാഫിലാണ്, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊരു ആക്ടേഴ്സിന്റെ ഒരു നോർമൽ ഒരു ക്വാളിറ്റി ആണ്. ഇത് ഫസ്റ്റ് ടൈം കണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ജഡ്ജ് ചെയ്യാം, പക്ഷെ ആ ഒരു ജഡ്ജ്മെന്റ് ഒരു ഒബ്ജക്റ്റീവ്ലി കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് എല്ലാ സീൻസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നാറുണ്ട്. പക്ഷെ പ്രീവിയസ് സിനിമകളിലേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഇതിൽ കുറച്ചുകൂടി കാണിക്കാൻ പറ്റും. സ്ക്രീൻ ടൈം വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ഫസ്റ്റ് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ, മീൻസ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് എന്റെ പെർസ്പെക്റ്റീവ്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ കഥ പറയുന്നത്. അപ്പോൾ ഇനിയും ബെറ്റർ ആവും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. കാരണം എനിക്കറിയാം എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എത്തുന്നവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് സന്തോഷമുണ്ട്, മീൻസ് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പറയാൻ പറ്റൂല. ഒരു സോളോ ആക്ടറായി ഇപ്പൊ നമ്മളൊരു ക്രൂവിലാണല്ലോ, അപ്പൊ ഒരു സോളോ നായകനൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സിനിമ സ്വപ്നം കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലായിരിക്കും. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഡെഫിനറ്റ്ലി ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ. ഒരു ദിവസം ഒരു പടം സോളോ ആയിട്ട് പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് എല്ലാ ആക്ടേഴ്സിൻ്റെ ആണ്, അത് എനിക്ക് മാത്രമല്ല. അത് അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഏത് ജോണറിലായിരിക്കും അത്? മീൻസ് അങ്ങനെ ഒരു ഇത് തോന്നി? അത് ജോണർ വൈസ് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ എല്ലാം ചെയ്യണമെന്നുണ്ട്, മീൻസ് കോമഡി, ആക്ഷൻ, ഡ്രാമ എല്ലാം ചെയ്യണമെന്നുണ്ട്. റൊമാൻസ് ഡെഫിനറ്റ്ലി ഒരു റോങ് കോം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ട്, എടാ നീ ഒരു റോങ് കോം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതെ, ഒരു സ്വീറ്റ് ലവബിൾ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എന്തൊക്കെ കിട്ടും അത് വെച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ സീരിയസ് റോൾസ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതുവരെ ചെയ്ത സിനിമകളിൽ മാർക്കോ ഇസ് ആൻ ആക്ഷൻ ഡ്രാമ, ആക്ഷൻ ത്രൂ ഔട്ട് ആക്ഷൻ ആണ്. എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു ഇമോഷണൽ കോറാണ് പടത്തിൽ. എനിക്ക് ആക്ഷൻ ഉണ്ടായില്ല, പക്ഷെ ഇറ്റ്സ് ആൻ ആക്ഷൻ മൂവി. പടക്കളം ഒരു ഫാന്റസി കോമഡി, ചത്താപ്പച്ച ഇസ് ആൻ ആക്ഷൻ കോമഡി എന്റർടൈനർ.
പേട്രിയറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ മോശമാണ്. അത് അതിന്റെ ഫിൽം മേക്കേഴ്സ് ആണ് പറയേണ്ടത്. മഹേഷ് ചേട്ടനും മെയിൻ ക്രൂ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പിന്നെ പോരായിരിക്കും. പക്ഷെ അത് ഓൾമോസ്റ്റ് ആയി, സമയമായി. ഏപ്രിൽ 27 അതെ 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 അതെ. പക്ഷെ പറയാൻ കാരണം മീൻസ് 4 അപ്പൊ ഞാൻ ഇതുവരെ ജോണർ വൈസ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് പടം ഞാൻ ചൂസ് ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു എൻ്റെ കാസ്റ്റിംഗ് മാർക്കും. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഇപ്പൊ ഫസ്റ്റ് പടം തന്നെ മോസ്റ്റ് വയലന്റഡ് പടത്തിൽ വരുന്നു, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒട്ടും ഇല്ലല്ലേ, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മോസ്റ്റ് വയലന്റോ മോസ്റ്റ് ഹാപ്പിയോ അങ്ങനെ ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ കാസ്റ്റിംഗ് വന്നപ്പോൾ എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു. കാരണം സിനിമയുടെ ഒരാഴ്ച മുന്നെയാണ് എന്നെ കാസ്റ്റിംഗ് നടന്നത്. ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഡേയുടെ ഒരാഴ്ച മുന്നെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പ്രെപ്പ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രെപ്പ് ചെയ്താലേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അതിലൊരു വേറെ തന്നെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അതെ അതെ അതെ. അപ്പോൾ അത് പ്രെപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ മോശമായിട്ട് ചെയ്താൽ എനിക്ക് ക്രിറ്റിസിസം കിട്ടും എന്നുള്ളൊരു പേടിയുണ്ടായി എനിക്ക്. പക്ഷെ ഷെരീഫ് ഖാൻ ഹനീഫ് ഖാൻ തന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എനിക്ക് പ്രിപ്പറേഷന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇവരുടെ നിന്ന് കിട്ടി. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇവര് എൻ്റെ ഷോർട്ട് ഫിലിം ഷിഹാൻ ഡയറക്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നല്ല ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ട് നല്ല അപ്രീസിയേഷൻ കിട്ടിയൊരു ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടാണ് ഇവര് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന്ന് കിട്ടിയ കോൺഫിഡൻസ് എന്നാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. അല്ലെങ്കിൽ പ്രിപ്പറേഷനോ അതൊന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇതിൽ നമുക്ക് ഫിസിക്കലി ആണെങ്കിൽ അതിൽ നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്യണം അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പടം റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ അങ്ങനെയാണ് എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് കിട്ടുന്ന ടൈം വെച്ചിട്ട് ഞാൻ ഒപ്പം സെന്റ് ഓഫ് വുമൻ നേരൊക്കെ കണ്ടിട്ടാണ്, അനശ്വരയുടെ നേരൊക്കെ കണ്ടിട്ടാണ് ആദ്യം ഞാൻ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അത് മൂന്നായിരുന്നു. ആരും ഒരു കോമണാലിറ്റി ഉണ്ടായില്ല അവിടെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഐ കാൺ ഡു വിക്ടർ ലൈക്ക് എവറി അതർ. എല്ലാ ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ് എല്ലാം സേവ് ആവണമെന്നില്ല. അവർക്കൊരു ലൈഫ് ഉണ്ട്, അവർക്കൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബ്ലൈൻഡ് ക്യാരക്ടർ അല്ല ബിൽഡ് ചെയ്തത്, ഒരു ക്യാരക്ടറാണ് ബിൽഡ് ചെയ്തത്. ഒരു നോർമൽ വിക്ടർ, ഹി ഹാസ് എ ഫാമിലി, ഹി ഹാസ് എ ലൈഫ്, ഹി ഹാസ് എ ഗേൾ ഫ്രണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ക്യാരക്ടർ ബിൽഡ് ചെയ്തത്. ആ ബ്ലൈൻഡ് സൈഡ് അത് ഹനീഫ് ഖാൻ തന്നൊരു നോട്ടാണ്. നീ മാക്സിമം നാച്ചുറൽ ആയിട്ട് പിടിച്ചാൽ മതി, അധികം ബ്ലൈൻഡ് ആക്കാൻ ഒന്നും ശ്രമിക്കേണ്ട, എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യണ്ട, അത് നിന്റെ സൈഡിൽ നിന്ന് മാക്സിമം നാച്ചുറൽ ആയിട്ട് പിടിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹനീഫ് ഖാൻ. അതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് പ്രിപ്പറേഷൻ ഒരു ബ്ലൈൻഡ് ക്യാരക്ടർ ആയിട്ടല്ല, അത് ജസ്റ്റ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്. അങ്ങനെയാണ് ഞാൻ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്തത്. ഇപ്പം പടക്കളത്തിലേക്ക് വരികയാണെങ്കിലും പടക്കളത്തിൽ നിന്നൊക്കെ വേറെ തന്നെ ഒരു ക്യാരക്ടർ, കുറച്ചുകൂടി ചൊറിയുന്ന ഒരു അങ്ങനത്തെ ഒരു വൈബില്. അപ്പം ആ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഡാൻസിന്റെ ഒരു സാധനം, അത് പിന്നീട് കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് എടുത്തത്? ലൈറ്റ് ആയിട്ടുള്ള ആൾ എങ്ങനെ എടുത്തത്? എങ്ങനെ? അതും ഞാൻ അധികം കാര്യമായിട്ട് എടുത്തില്ല സത്യം പറഞ്ഞ. കാരണം എനിക്കറിയാം എൻ്റെ കൺട്രോൾ എന്തൊക്കെയാണെന്ന്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. എനിക്ക് മാക്സിമം കിട്ടിയ സമയം വെച്ചിട്ട് എനിക്ക് മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനപ്പുറം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് 2 days ആണ് കിട്ടിയത് ഈ ക്ലാസിക്കൽ ഡാൻസ്. എനിക്ക് തോന്നുന്നു ഇഷാന്റെ ഒരു ഏരിയ അല്ല ക്ലാസിക്കൽ. അതെ, ഞാനൊരു ഡാൻസറാണ്, പക്ഷെ ക്ലാസിക്കൽ ഡാൻസർ അല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആ ഒരു ജോണർ, ആ ഒരു സ്റ്റൈൽ. ഒരു ആർട്ട് ഫോം ആണല്ലോ അത്. ക്ലാസിക്കൽ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഡാൻസ് ഫോം ആയിരിക്കും ക്ലാസിക്കൽ. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫോം അല്ല അത്. അപ്പോൾ ആ 2 daysനുള്ളിൽ ഞാൻ മാക്സിമം ശ്രമിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രോസസ്സ് ഞാൻ മാക്സിമം സിൻസിയറിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കിട്ടുന്ന അപ്രീസിയേഷൻ, സത്തപ്പച്ചിൽ കിട്ടുന്ന അപ്രീസിയേഷൻ, അത്രയും എഫേർട്ടാണ് ഞാൻ മറ്റേതിലും കൊടുത്തത്. ആ ഒരു ടൈം റിലേറ്റീവ് ടു ദ ടൈം. അപ്പോൾ അതിൽ കുറച്ച് ക്രിറ്റിസിസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അതിലെ ക്രിറ്റിസിസം ഇതിലെ മറ്റേ പ്രൊമോ സോങ്ങിലൂടെ നമ്മൾ ബാലൻസ് ചെയ്തു. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് മറ്റേതിന്റെ റിവെഞ്ച് ആണെന്നൊക്കെ. അത് ഞാൻ അങ്ങനെ ഒന്നുമില്ല. അതെ അതെ, ഞാൻ അതല്ല എൻ്റെ ഉദ്ദേശം. മീൻസ് മറ്റേതിന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായില്ല എനിക്ക്. ഈ ഒരു പടം ഒരു സെലിബ്രേഷൻ പടമാണ്, ഒരു എന്റർടൈനറാണ്. അപ്പോൾ പടത്തിൽ നമുക്കൊരു സോങ് ആൻഡ് ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ചത്തപ്പച്ച എന്ന് പറഞ്ഞ ടൈറ്റിൽ ട്രാക്ക് ശങ്കർ എസോല ചെയ്തൊരു മ്യൂസിക്കാണ്. ആ ഒരു സോങ് ജസ്റ്റിഫൈ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോ സോങ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ
അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു വെച്ചത്. അത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡാൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ 4 പേരല്ലാതെ ആ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഫാൻസ് ഉണ്ട്. Yeah. എല്ലാ ഈവൻ കുഞ്ഞു മോക്ക് വരെ അതിൽ നല്ല ഫാൻസ് ഉണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു ആ ഒരു തിയേറ്ററിൽ ആ മൊത്തം ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്തുള്ളൊരു, ഞങ്ങൾ കണ്ടിരുന്നു ഫസ്റ്റത്തെ തിയേറ്റർ വിസിറ്റിന്റെ സമയത്തുള്ള ആ തിയേറ്ററിന്റെ ഉള്ളിലെ ആഹ്ലാദവും സന്തോഷമൊക്കെ, ഫാമിലിയൊക്കെ കണ്ടപ്പോ എന്ത് പറഞ്ഞു ആ ഒരു? കാർമിൻ കുരുവി ചെയ്ത ക്യാരക്ടറല്ലേ കളിയാക്കാറുണ്ട്, എല്ലാ ഇന്റർവ്യൂസിലും പുള്ളിക്കാരി പറയാറുണ്ട് നമ്മളൊരു ഫാമിലി പോലെയാണ്. ആ വാക്ക് പുള്ളി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ ആക്ച്വലി ഒരു ഫാമിലി പോലെയാണ്, എല്ലാരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ ഇവരുടെ എനിക്കാണെങ്കിലും ഫസ്റ്റത്തെ പിള്ളേരുടെ അടിയിൽ തന്നെ ഭയങ്കര അതോടെ എന്നായി പടത്തില് അത് എല്ലാരും ഒരു 100% കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു നമ്മളത് കണ്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നോക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെയൊക്കെ അടിക്കുമോ എന്നുള്ള സാധനം അപ്പം കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഓക്കേ ആ ഒരു ഇതിലേക്ക് വരും. അപ്പൊ ഇവരുടെ ഒരു സക്സസ് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത് ചിലവരുടെ ഫസ്റ്റ് ടൈം മൂവീസ് ആണ്, അല്ലെങ്കിൽ ചിലവരുടെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോൾ ഇവർക്കൊരു സപ്പോർട്ടും ഒരു ഫാൻ ബേസ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഫോർ എക്സാമ്പിൾ ഡാറ്റു ഫോട്ടോ ചെയ്യുന്നതാണ്. അപ്പോൾ ജി സിനിമാസ് ആണ് പുള്ളി എല്ലാ സിനിമകളും കാണുന്നത്. അപ്പോൾ ചെറുപ്പം കാലം തൊട്ട് ജി സിനിമസിലാണ് പുള്ളി സിനിമ കാണുന്നത്. അപ്പോൾ അതേ തിയേറ്ററിൽ ഒരു ഫോട്ടോ വെച്ച് പടമാണല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ തിയേറ്ററിൽ പുള്ളി വളർന്ന ഒരു തിയേറ്ററിൽ നമ്മൾ തിയേറ്റേഴ്സ് ഒരു ആക്ടറായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അവിടെ. പിന്നെ കാലിക്കറ്റിൽ അപ്സര പോകുമ്പോൾ നൈറ്റ് റോക്കിൽ ഫാൻസ് ഉണ്ട്, അവിടെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അവിടെ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഷാമും വൈഷ്ണവും അവർക്കും എൻ്റെ ഒരു ഫാൻ ബേസ് ഒക്കെ. അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിൽ ഒരു ഓൺസോമ്പിൾ കാസ്റ്റാണ്, എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അവരുടേതായ ഒരു മാസ് മൂമെന്റ്സ് ഉണ്ട്, കയ്യടി കിട്ടാത്ത മൂമെന്റ്സ് ഉണ്ട്, എല്ലാവർക്കും ഒരു എൻട്രൻസ് ഉണ്ട്, എല്ലാവർക്കും ഒരു ആനിമേഷൻ ഉണ്ട്, എല്ലാവർക്കും ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്കായെന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി. ഐ ഗെറ്റ് മോർ ഹാപ്പി സീയിങ് ദെയർ സക്സസ് ദെൻ എൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടും. ഇപ്പം പിള്ളേരുടെ ആ ഫൈറ്റ് അത് റിസ്ക് ആണ്, ആ ഫൈറ്റ് ചെയ്യാൻ മക്കളെ കൊണ്ട് ആ ഫൈറ്റ് ആ ഒരു ഇതിൽ നിന്ന് ചെയ്യിക്കാനുള്ളത്. അതെങ്ങനെയായിരുന്നു അവരുടെ ഒരു അവരെങ്ങനെയാണ് അതിലേക്ക് ഇന്നായത് ഫൈറ്റ് ചെയ്യുന്നതിലേക്ക്? ശരിക്കും പൊട്ടിച്ചതാണോ? അതൊക്കെ പൊട്ടിച്ചാണ്. അത് അവര് ഫൈറ്റ് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. കാരണം നമ്മള് ഡബ് ചെയ്യുന്ന സമയത്ത് ആൽവിൻ എന്ന് പറഞ്ഞ സാവിയോ, യങ് സാവിയോ വന്നിട്ടുണ്ടായി. അപ്പൊ പുള്ളി ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത സിനിമയിൽ വിളിക്കും, വരുമോ? പുള്ളി പറഞ്ഞ ഫൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം വരുള്ളൂ. അങ്ങനെയാണ് അവര് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അവര് ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആണ്. പുള്ളിക്കാരൻ കേരള ക്രൈം ഫയൽസിലൊക്കെ അഭിനയിച്ചാണ്. ഓർഹാൻ ലിറ്റിൽ പുള്ളി സർക്കീറ്റിലൊക്കെ അഭിനയിച്ചാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആ ഇന്റർവൽ ബ്ലോക്ക് ഫൈറ്റ് ഉണ്ടല്ലോ, ഞാനും അച്ചുവായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ്, അതിന്റെ ഒരു മാച്ച് കട്ട് ഉണ്ട്. നമ്മൾ കുട്ടിക്കാലം കട്ടിലിടി കാണിക്കുന്ന ഒരു മാച്ച് കട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈം ലൈൻ ഷൂട്ട് ചെയ്യുന്ന ടൈം ലൈൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് കുട്ടിക്കാലം. അപ്പോൾ അവിടെ ചെയ്ത മൂവ്സ് ആണ് ഞാനും അർജുനും മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈറ്റ് മാസ്റ്റർ കലാ മാസ്റ്റർ അവിടെ പോയിട്ട് അധികം ഒന്നും പറഞ്ഞില്ല ഇവരോട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ കട്ടിലിടി പിടിച്ചോളൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവന് അങ്ങനെ ബാക്ക് ഫ്ലിപ്പും ഫ്രണ്ട് ഫ്ലിപ്പും ഒക്കെ ചെയ്തിട്ട് ഞാനും അർജുൻ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളാണത് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവര് ചെയ്ത് വെച്ച സാധനമാണ് ഞങ്ങൾ മാച്ച് ചെയ്യുന്നത്. സോ ദേ ആർ മോർ ദൻ റെഡി ടു ഫൈറ്റ്. അവര് ഫൈറ്റ് ചെയ്യാൻ വെയിറ്റ് ആണ്. അപ്പോൾ അത് അവരുടെ കഴിവാണ്. നമ്മൾ കാസ്റ്റിംഗ് ചെയ്ത ടീംസും അവർക്കും കുറച്ച് ക്രെഡിറ്റ് കൊടുക്കണം ഡെഫിനറ്റ്ലി. കാരണം ഇങ്ങനത്തെ ഒരു അടിപൊളി പിള്ളേരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ കട്ടിലടിയിൽ തന്നെ സൂപ്പർ ആയിരുന്നു. ആ ഒരു അടിയിൽ നമുക്ക് ഒരുപാട് പേര് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാരും വീട്ടില് എല്ലാവരുടെ കുട്ടിക്കാലത്തും എന്തായാലും ഇങ്ങനെ ഒരു അടി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഗേൾസ് ഒക്കെ ആണെങ്കിൽ കൂടി ഇവര് അടിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടെങ്കിലും ഉണ്ടാവും. അടിക്ക് അടിയെന്ന് പറഞ്ഞിട്ട് തലാണ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു അടിയൊക്കെ അത് ഭയങ്കര രസമായിരുന്നു. അതെ, അത് എനിക്ക് മാക്സിമം അപ്രീസിയേഷൻ കിട്ടുന്ന സീൻ ആ ഇന്റർവൽ ബ്ലോക്ക് ആണ്. അത് ആക്ച്വലി റിലീസിന് മുമ്പും എല്ലാരും പറയുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ ടീം പറയുന്നുണ്ട് ഈ ഒരു സാധനം എന്തായാലും തിയേറ്ററിൽ അടിക്കും. കാരണം ഒരു സർപ്രൈസ് അതെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ അതൊരു ഇടിക്ക് വേണ്ടി അടിയല്ലോ, അതിലൊരു ബ്രദർഹുഡ് ഇമോഷൻ വരുന്നുണ്ട്. അത് മാത്രം അത് വന്നുകൊണ്ടാണ് ആ സാധനം വർക്ക് ആവുന്നത്. അപ്പോൾ പിന്നെ അച്ചുവേട്ടന്റെ പെർഫോമൻസ് ഒക്കെ അതിൽ ഭീകര പെർഫോമൻസ് ആണ്. കാരണം സാവിയോ, നമ്മൾ കാണുന്ന സാവിയോ ഒരു പാവം, ഒരു ഫാമിലി, ഒരു കൊച്ചൊക്കെ ഉള്ളൊരു. ആദ്യം ലിറ്റില് റിങ്ങിലേക്ക് വരുന്ന സമയത്ത് സാവിയ മറ്റേ പോക്കിരിരാജയിലും മമ്മൂട്ടിയും പൃഥ്വിരാജും കളിക്കുന്നത് നീ ആക്ട് ചെയ്താൽ മതി ആ ഒരു സാധനം എടുത്ത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ അച്ചുവേട്ടന്റെ എൻട്രി മീൻസ് അവിടെ ഒരു സാവിയോ ടു ലോക്കോ ലോബ് എന്ന് പറഞ്ഞൊരു ഫ്ലിപ്പ് ഉണ്ടല്ലോ,
അത് അതുവരെ ഉള്ള സാവി കുറച്ചുകൂടെ ഒരു പാവം, എനിക്കൊരു അതെ. ഫാമിലി ഉണ്ട്, അത് ഇഷാന്റെ പോലത്തെ ഒരു സാധനമാണ്, ഒരു ഇച്ചിരി ശാന്തി പോകുന്നൊരു സാവിയാണ്. പിന്നെ ലോക്കുലോബായിട്ട് വന്നപ്പോൾ ഒരു ഫ്ലിപ്പ്, അത് നമ്മൾ WWE കാണുന്ന പോലെ സൂപ്പർ ഹീറോസ് ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ, ഷോൺ മൈക്കിൾസും ജോൺ സീനൊക്കെ. പുള്ളി ആ മൂഡിലാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കയ്യടി, അത് അച്ചുവേടൻ പൊളിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പം വിക്ടർ ആണെങ്കിൽ കൂടി വിക്ടർ എല്ലാം നിർത്തി പാവാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ റോട്ടിലിട്ടടിക്കുന്ന ഒരു അടിയുണ്ട്. അതും കിടിലൻ അടിയായിരുന്നു. ആ ഇതിന്റെ സമയത്ത് ലാസ്റ്റിലേക്കല്ല, അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആ ഒരു കഴിഞ്ഞ ആ ഒരു സമയത്തുള്ളത് അത് നല്ല ഭീകരടിയായിരുന്നു. ഇപ്പം മമ്മൂട്ടീനെ ഈ സിനിമയിലല്ലാതെ തന്നെ പേഴ്സണലി ഇഷാൻ അറിയാം എന്നാണ്, മീൻസ് ഉപ്പയുടെ കൂടെയൊക്കെ ഉള്ള ഒരു ഇതില്. അപ്പം ആ ഒരു ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂട്ടി ഒരു ഫോട്ടോ എടുത്ത് തന്നതിന്റെ ഒക്കെ ഇങ്ങനെയായിരുന്നു. എൻ്റെ ഫാദറും മമ്മൂക്ക വർഷങ്ങളോളം ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഫാദർ ആക്ച്വലി ഒരു അറ്റ് കോർ ലെവൽ ഫോട്ടോഗ്രാഫറാണ്. ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ഒരു വീഡിയോഗ്രാഫറായി. പക്ഷെ സിനിമയിലല്ല, പണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മിമിക്രി ഒക്കെ, ഇവരൊക്കെ ആർട്ടിസ്റ്റ് മിമിക്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെൻസ്മാൻ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റുഡിയോസ് ഇൻ കൊച്ചിയായിരുന്നു എൻ്റെ ഫാദറിൻ്റെ സ്റ്റുഡിയോ. അന്നൊട്ടേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് മമ്മൂക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മമ്മൂക്കായിട്ട് സിനിമ ചെയ്യുന്ന മുമ്പ് തന്നെ കുറച്ച് സംസാരിക്കാൻ പറ്റി, മിങ്കിൾ ചെയ്യാൻ പറ്റി. അപ്പോൾ മമ്മൂക്ക ഇവരുടെ മെയിൻ ബോണ്ട് എന്നൊരു ഫാക്ടർ ക്യാമറാസാണ്, എൻ്റെ ഫാദറും മമ്മൂക്കയും. അപ്പോൾ ഒരു ദിവസം ഒരു പുതിയൊരു ക്യാമറ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മമ്മൂക്കൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ മമ്മൂക്ക അപ്പോൾ തന്നെ എല്ലാം ക്യാമറ എല്ലാം തുറന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്ജക്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ അവിടെ. അപ്പോൾ മമ്മൂക്ക ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ചിരിക്കണോ അതോ ജസ്റ്റ് ഒന്നും കാണാതെ പോലെ ഇരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ആ ഒരു നിങ്ങൾ കണ്ടൊരു ഫോട്ടോ അങ്ങനെ വന്നത്. അപ്പോൾ അന്ന് തന്നെ മമ്മൂക്ക നമ്മളായിട്ട് ഭയങ്കര കൂളായിട്ടാണ്, ഭയങ്കര ഒരു ഫ്രണ്ടിന് പോലെയാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് അന്ന് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, വാക്കുകളൊന്നും വായന വരുന്നില്ല. കാരണം എനിക്ക് മമ്മൂക്ക അത് ലെജൻഡ് ആണല്ലോ. കാരണം ആസ് എൻ ആക്ടർ ഷിഹാൻ എൻ്റെ ബ്രദർ മമ്മൂക്കായിട്ട് കുറച്ചുകൂടെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ പക്ഷെ ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് മമ്മൂക്കാണല്ലോ എൻ്റെ ഇൻസ്പിറേഷൻ. ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാ ഒരു ആക്ടറിന്റെ ഗ്രാഫ് എങ്ങനെയാ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്കോടെ, ജസ്റ്റ് ത്രൂ ഹാർഡ് വർക്ക് ഹൗ കെൻ യു ബിൽഡ് എ കരിയർ, അത് മമ്മൂക്കാണല്ലോ. അപ്പൊ ഞാൻ മമ്മൂക്കനെ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ആണ്. ഇപ്പം മമ്മൂക്കനെ പറഞ്ഞ പോലെ ഇപ്പം ഈ സിനിമയുടെ ടിക്കറ്റ് ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് മോഹൻലാലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ പോർഷൻ അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇട്ടതാണെന്ന് അദ്വൈത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ അത് ഒരാളിങ്ങനെ ഇരുന്നത്, അത് മോഹൻലാൽ ഇരുന്നത് മൊത്തത്തിൽ ചെയ്യുന്നത് അറ്റത്തു നിന്ന് കാണുകയാണ് ഈശാൻ. അപ്പൊ അത് എന്തായിരുന്നു ആ ഒരു ഫീൽ? അത് അവിടെ ആക്ച്വലി ലാലേട്ടനോട് റിക്വസ്റ്റ് ചെയ്താണ് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്ന്. അത് മാത്രം പറഞ്ഞുള്ളൂ നമ്മള്. ബാക്കിയെല്ലാം ലാലേട്ടനെ കൈന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു റെസ്ലിംഗ് പടല്ലേ, കുറച്ചുകൂടി ലൈറ്റ് ആക്കണ്ടേ നമുക്ക്, ആക്കണം. നമ്മള് ലാലേട്ടൻ എന്ത് ചെയ്താലും നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ നെക്കടാന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ കൈ, സുഹൃത്തു കൂടിയുണ്ട് മമ്മൂട്ടി തന്നെ. എന്നിട്ടും പേര് പറഞ്ഞില്ല നമ്മള്, കാരണം സസ്പെൻസ് വെക്കാൻ വേണ്ടിട്ട്. ഇൻഡസ്ട്രി ജയൻസ് എന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ് അദ്ദേഹം, ഒരു ഫസ്റ്റ് ടൈം പ്രൊഡക്ഷൻ ഹൗസ് ആണ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്. ഇവരൊക്കെ നമ്മളൊക്കെ പുതിയ ആക്ടേഴ്സ് ആണ്, യങ് ആക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുണ്ട്. ഇങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ദേ വോണ്ട് ടു സീ അസ് ഗ്രോ, ദേ വോണ്ട് ടു സീ ദ നെക്സ്റ്റ് ജനറേഷൻ ഗെറ്റ് ബെറ്റർ. അതാണ് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, മമ്മൂക്ക ലാലേട്ടൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. വി ആർ വെരി ഹംബിൾ, വെരി ഹാപ്പി. ഇപ്പം ഇതിന് ശേഷം വന്നിട്ടുള്ള വെറുതെ തമാശ പോലത്തെ ഒരു കമന്റ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തിട്ടില്ല? കാരണം മോഹൻലാലാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ പുള്ളിക്ക്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ മോഹൻലാലിന്റെ ക്യാമിയോ ആക്കിയില്ല, മമ്മൂട്ടീനെ എടുത്തു എന്നുള്ളത് വെറുതെ അതിന് ആൻസർ ഇല്ല. ഇനിയും ഉണ്ടല്ലോ സിനിമ. ഡെഫിനറ്റ്ലി അതൊരു ഡ്രീമാണ് ഇവരുടെ കൂടെ ഇനിയും സിനിമകൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്യാം ഇവരായിട്ട്. എപ്പോഴെങ്കിലും ഇപ്പൊ ബ്രദർ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചു, എപ്പോഴെങ്കിലും ബ്രദറിന്റെ ഡയറക്ഷനിൽ വരുമോ? ഒരു ദിവസം ഷിഹാൻ ഡയറക്ട് ചെയ്യുമ്പോ എന്തായാലും ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം അല്ല, വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതിന് ഈ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെസ്റ്റ് മൂമെന്റ്സ്
അതിൽ നിന്ന് കിട്ടിയതാണ്. കാരണം എൻ്റെ ചേട്ടന് കൂടെ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എന്ത് പ്രോബ്ലം വന്നാലും, എന്ത് ബുദ്ധിമുട്ടോ, എന്ത് റോഡ് ബ്ലോക്ക് വന്നാലും പുള്ളി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസും ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. അത് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ബാക്കിയെല്ലാം ചെയ്തത്. ഇതിൽ ഡെയിലി സെറ്റിലുണ്ട് ഷിഹാൻ. നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും ഒരു ഫ്രണ്ട്ലി ഞാനൊരു പ്രൊഡ്യൂസറാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായില്ല ഷിഹാൻ്റെ അടുത്ത്. ആരോട് ചോദിച്ചാലും ഷിഹാൻ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫണ്ണും ആ ഒരു റെസ്പെക്റ്റും ആ ഒരു കോംറാഡറി, ആ ഒരു ബ്രദർഹുഡ് നമ്മൾ സ്ക്രീനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കാണുന്ന ഒരു ബോണ്ടിങ് ഒക്കെ സിനിമയിൽ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്റ്റാർട്ട്സ് ഫ്രം ദ ടോപ്പ്, സ്റ്റാർട്ട്സ് ഫ്രം ഷിഹാൻ. പുള്ളിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഡേനെ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ ഈ ഒരു സെറ്റ് ഇങ്ങനെ പോയാൽ മതി, എല്ലാവരും ഭയങ്കര സമയത്തിന് എത്ര ഭയങ്കര റിജിഡ്, ഹി കൻ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് ഓൾസോ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കുറച്ചുകൂടി കാമരുത്. നമ്മൾ സ്പെൻഡ് ചെയ്തെല്ലാം ഫ്രെയിമിലുണ്ട്. വേറെ എവിടെയും നമ്മൾ സമയം വേസ്റ്റ് ചെയ്തില്ല, മണി വേസ്റ്റ് ചെയ്തില്ല. പക്ഷെ അതേ സമയത്ത് എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ട്. അതൊരു അങ്ങനത്തെ ഒരു സെറ്റ്. പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായി നമ്മുടെ സെറ്റ് ഒന്ന് കാണാൻ, നമ്മുടെ ആക്ടേഴ്സിനെ കാണാൻ, ഇൻഡസ്ട്രിയിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ടായി. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ആ സെറ്റ് പൊളിച്ചിട്ടില്ല, ഇപ്പോഴും അതുപോലെ അല്ല പൊളിച്ചിട്ടില്ല. പക്ഷെ അത് എല്ലാരും പറയുന്ന ഒരു കാര്യം, ഇത് ചത്തപ്പച്ച സെറ്റ് ഇസ് എ ഫൺ സെറ്റ് ടു ബി ഇൻ. അത് സ്റ്റാർട്ട്സ് ഫ്രം ഷിഹാൻ. എങ്ങനെയാണ് ആ ഒരു ലൊക്കേഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്? ഒരു പാലൊക്കെ കടന്ന് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചത്? അത് ആക്ച്വലി രണ്ടാണ്. നമ്മുടെ എക്സ്റ്റീരിയർ കാണുന്നതും റിങ്ങിനകത്ത് രണ്ടാണ്. പുറത്തൊക്കെ ഫോർട്ട് കൊച്ചി ഏരിയ ആണ്, വെല്ലിംഗ്ടൺ ഐലൻഡ് ഏരിയ ആണ്. പിന്നെ റിങ്ങിന്റെ അകത്ത് പട്ടി മറ്റത്തെ ഒരു സെറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗോ ഡൗൺ സെറ്റപ്പ് കംപ്ലീറ്റ്ലി നമ്മുടെ ആർട്ട് പ്രൊഡക്ഷൻ, ആർട്ട് ഡയറക്ടർ സുനിൽ ദാസ്, പുള്ളിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത്. കാരണം ഒരു ബിലീവബിൾ വേൾഡ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഇങ്ങനത്തെ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു സാധനം നടക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, പുള്ളിയുടെ ഒരു കോൺഫിഡൻസും, പുള്ളിയുടെ ഒരു ടാലൻറ്റും, പുള്ളിയുടെ ടീമിൻ്റെ ഒരു എഫേർട്ടാണ് അതൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി, ഇത് കൊച്ചിയിൽ നടക്കുമോ ഇങ്ങനത്തെ ഒരു സാധനം, ഇത് WWE ഒക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. വേറൊരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂം. അതെ, നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു ലോക്കൽ എലിമെന്റ്സും ലോക്കൽ മെറ്റീരിയൽസും കയറൊക്കെ വെച്ച റോപ്സും ചീനവല വെച്ചിട്ട് കുറെ ഐറ്റംസും അങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് സാധനമാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി ബിലീവബിൾ ആക്കി എഫർട്ടാണ് ഇതൊക്കെ പ്രീ പ്രൊഡക്ഷനിൽ പ്ലാൻ ചെയ്ത് വെച്ച ഇതാണ്. അത്രയും നമ്മൾ പ്രെപ്പ് ചെയ്യണം ഈ എല്ലാ സിനിമയിലും. ഇപ്പം മാർക്കോ ആണെങ്കിലും വിജയിച്ചു, പടക്കളാണെങ്കിലും വിജയിച്ചു, ഇപ്പം ചത്താപച്ച ആണെങ്കിലും വിജയിച്ചു, ഓഫ് കോഴ്സ് പാട്രിയറ്റ് ആണെങ്കിലും വിജയിക്കും. അപ്പൊ ഈ വിജയ ചിത്രങ്ങളുടെ ഭാഗമായതിലുള്ളൊരു അയ്യോ ടച്ച് വുഡ്, ഇത് ഞാൻ കാരണം വിജയിച്ചെന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. ഇത് ക്രെഡിറ്റ് പോകേണ്ടത് ഇതിന്റെ ഓരോ ഫിലിം മേക്കേഴ്സും ഓരോ പ്രൊഡക്ഷൻ ഹൗസസ് ആണ്. പക്ഷെ എനിക്കൊരു ഭാഗം ആവാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയും വിജയിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എല്ലാ സിനിമകളും വിജയിക്കണം എന്നില്ല. ഒരു ദിവസം ഡെഫിനറ്റ്ലി എല്ലാ ആക്ടേഴ്സ് അനുഭവിക്കുന്ന ഒരു സാധനമാണ് ഫെയിലിയർ. ഒരു ദിവസം അതുണ്ടാവും. അത് പ്രിപ്പയർഡ് ആയിരിക്കണം. അത് എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ ഒരു ട്രജക്ടറി പോണത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ സക്സസ്സും ഫെയിലിയറും രണ്ടും അധികം കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം രണ്ടും ഉണ്ടാവണം. യു ഓൺലി ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ്. അപ്പോൾ പക്ഷേ ഇതുവരെ ചെയ്തിട്ടുള്ളത് എല്ലാം വർക്കായിട്ടുണ്ട് എന്നുള്ള ഒരു ഹാപ്പിനെസ്സും ഒരു ഹാപ്പിനെസ്, സന്തോഷം മാത്രമേ. ഇപ്പൊ ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കാം. പാട്രിയറ്റിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ട്? എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഷാന പാട്രിയറ്റിൽ? എനിക്കൊരു 3 ആഴ്ച ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ ഒരു 20 days ഉണ്ടായിട്ടുണ്ട്. കോമ്പിനേഷൻസ് ചില ജയൻസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര ബോറ്. അതാണ് ഞാൻ ഇത് മഹേഷ് ചേട്ടനും ആൻഡ്രു ചേട്ടനും നമ്മുടെ മെയിൻ ടീമാണ് ഇതിനെ കുറിച്ച് പറയേണ്ടത്. പക്ഷെ അതിന്റെ ഞാൻ കണ്ട സാധനങ്ങളെല്ലാം, ഞാൻ കണ്ട മൊമെന്റ്സ് എല്ലാം ഒരു കിഡ്ഡലൻ ടെക്നിക്കൽ മൂവിയാണത്. ഇറ്റ്സ് മെയ്ഡ് റിയലി വെൽ. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇറ്റ്സ് മെയ്ഡ് റിയലി വെൽ.
ഓക്കെ, എന്നാൽ ആ സിനിമയും ഇഷാന് വലിയ വിജയം തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.